ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സവാള വഴറ്റാതെയോ മുളക് പൊടി മല്ലിപ്പൊടിയോ ഒന്നും മൂപ്പിക്കാതെയോ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് എന്നിവ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കുക. ഇതാ ഒരു സ്റ്റെപ്പ് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ബാക്കിയുള്ളതൂടെ അരച്ചെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ചതച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും കൂടെ ഇട്ട് നല്ലതുപോലെ മഷി പോലെ അരച്ച് നമുക്കെടുക്കാം. ജാറിലേക്ക് അല്പം വെള്ളം വീഴ്ത്തി ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടുകയാണ്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടാം. ഞാൻ ചിക്കൻ്റെ ഫുൾ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത്തിരി കൂടുതൽ ഇടുകയാണ്. ഇനി നമുക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാം. അതിലേക്കുള്ള ഉപ്പും ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റി ആ ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നതേ ഉള്ളൂ. ഇളക്കിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. കണ്ടില്ലേ, സവാള വഴറ്റുന്നില്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും മൂപ്പിക്കുന്നില്ല. എന്ത് പെട്ടെന്ന് കൂട്ട് തയ്യാറായി. എന്ത് എളുപ്പമല്ലേ ഇങ്ങനെ കറി വയ്ക്കാൻ. ഓക്കെ, നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ വെന്തില്ല, പക്ഷേ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി കൂട്ടിത്തിരി കറി പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരിക്കൽ കൂടെ കലക്കി അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കാം. കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് ചിക്കനൊക്കെ വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് കൂടെ ആഡ് ചെയ്യണം. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഇട്ട് വേവിക്കുന്നൊന്നുമില്ല. കുരുമുളകിൻ്റെ ഈ പച്ച ചുവ ഇതിൽ കിട്ടുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. അതുകൊണ്ട് കുരുമുളക് ആ കൂട്ടിൽ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എങ്ങനെ വേണോ ഉപയോഗിക്കാം. കണ്ടില്ലേ, നല്ല ഗ്രേവി ആയിട്ടും നല്ല സൂപ്പറായിട്ടിരിക്കുന്നത്. ചെയ്യാനും നല്ല എളുപ്പമുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.